ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 134. കല്യാണത്തിന് വന്ന അനന്തനെയും വാസുദേവനെയും അരുന്ധതിയെയും സേതു കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഒഴിഞ്ഞൊരു ടേബിളിൽ ഇരുത്തി. പക്ഷേ അനന്തനെ അവൻ കൊണ്ടിരുത്തിയത് ഡ്രൈവർമാർക്കും ജോലിക്കാർക്കുമൊക്കെ വേണ്ടി ഒരുക്കിയ സ്ഥലത്തായിരുന്നു, മണ്ഡപത്തിൽ നിന്നും ഒരുപാട് അകലെ. എന്നിരുന്നാലും മണ്ഡപം അവിടെ നിന്നും വ്യക്തമായി കാണാം. കുറച്ച് മുന്നിലത്തെ സീറ്റുകളും ടേബിളുകളും VIP ഗസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. സേതു അനന്തനെ മനഃപൂർവ്വം അപമാനിക്കാൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അനന്തൻ അവിടെ ഇരിക്കുന്നത് കണ്ട അതിഥികളിൽ ഒരാൾ അവനെ തിരിച്ചറിഞ്ഞു. അയാൾ ഒപ്പമുള്ളവരെയും കൂട്ടി അനന്തന്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു, അനന്ത, താനെന്താടോ ഇവിടെ ഇരിക്കുന്നത്? അനന്തന്റെ കോളേജിലെ കുട്ടികളും ടീച്ചേഴ്സുമായിരുന്നു അത്. മഹിയും ഹർഷനുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. രാജീവ് വർമ്മ ക്ഷണിച്ചിട്ട് വന്നവർ. അവരും നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നില്ല അനന്തന്റെ അടുത്തേക്ക് വന്നത്. അനന്തനും അവന്റെ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങാടി പാട്ടായത് കാരണം അവർക്കെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അവനെ അപമാനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവനെ അവിടെ ഇരുത്തിയത് എന്ന് അവർക്ക് മനസ്സിലായി. അവരും അവനെ പരിഹസിക്കാനുള്ള ഒരു അവസരമായി അതിനെ കണ്ടു. ആദ്യം ഹർഷനാണ് തുടങ്ങി വെച്ചത്. ഇത് നമ്മുടെ സ്വന്തം അനന്തൻ വർമ്മയല്ലേ? ഏയ്, ആവാൻ വഴിയില്ലല്ലോ. വർമ്മ ഫാമിലിയിൽ ഒരാളെങ്ങനെയാ ഇവിടെ ഈ ബാക്ക് റോയില് ജോലിക്കാരുടെ ഒപ്പം? നമുക്ക് ആള് മാറിയതാവാനാ സാധ്യത. അതും പറഞ്ഞ് അവൻ വലിയ തമാശ പറഞ്ഞതുപോലെ കൂട്ടുകാരെ നോക്കി ചിരിച്ചു. ഇപ്പോൾ ഹർഷൻ അനന്തനോടുള്ള പഴയ പേടിയുടെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം കോളേജ് കഴിഞ്ഞല്ലോ. ഇനി അവർ തമ്മിൽ കാണുക വളരെ വിരളമാവും. അതുകൊണ്ട് കോളേജിൽ വെച്ച് അനന്തൻ തന്നെ കൈവയ്ക്കുന്ന കാര്യം ഭയക്കണ്ട. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ രാജീവ് വർമ്മയും അവന്റെ ആളുകളുമൊക്കെ ഉള്ളതിനാൽ ഇവിടെ വെച്ചും അവനെ ഭയക്കണ്ട. ഇവിടെയുള്ളവരെല്ലാവരും അനന്തനെതിരായവരാണ് എന്നത് അവന്റെ ധൈര്യം കൂട്ടി. പക്ഷേ അവിടെ അധികം പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപ് ഒരു ടീച്ചർ അവരോട് സംസാരിച്ചു. അനന്ത, അരുന്ധതി, നിങ്ങൾ മുന്നിലേക്ക് വരൂ. കോളേജിലെ എല്ലാവരും ഫ്രണ്ട് റോയിലാണ് ഇരിക്കുന്നത്. ടീച്ചർ പറഞ്ഞത് കേട്ട മഹി ഇടയ്ക്ക് കയറി. ടീച്ചർ എവിടെ ഇരിക്കണമെന്ന് ടീച്ചറിന് തീരുമാനിക്കാം. പക്ഷെ ഇവരെ അങ്ങോട്ടേക്ക് വിളിക്കാനുള്ള അധികാരം നമുക്കില്ല. കാരണം ഇത് രാജീവ് വർമ്മയുടെ വെഡിങ്ങാ. ഇവിടെ സ്റ്റാറ്റസ് നോക്കിയേ മുൻപന്തിയിൽ സീറ്റൊക്കെ ലഭിക്കൂ. അത്രയും പറഞ്ഞ ശേഷം അനന്തൻ കൂടി കേൾക്കാൻ വേണ്ടി അവൻ ഒന്നുകൂടി പറഞ്ഞു. അനന്തനെ സംബന്ധിച്ച് അവൻ ഈ സ്ഥാനമേ അർഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാവും അവനെ ഇവിടെയുള്ളവര് പുറകിൽ കൊണ്ടിരുത്തിയത്. പിന്നെ ഇവനോട് സഹതാപം തോന്നി ഇവനെ ഒപ്പം കൊണ്ടിരുത്താൻ പോകുന്നവരൊക്കെ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചോളൂ. ഇവൻ ചെക്കന്റെയും പെണ്ണിന്റെയും ശത്രുവാ. ഈ കുടുംബത്തോട് മുഴുവൻ ശത്രുതയുണ്ട് ഇവന്. ഒരിക്കലും ഇവൻ ഒരു നല്ല ഉദ്ദേശത്തോടെ ആവില്ല ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഉറപ്പായും ഇവനെ കൂടെ കൂട്ടുന്നവർക്ക് കൂടി അത് പ്രശ്നമാവും. അതുകൊണ്ട് കല്യാണം കലക്കാൻ കച്ച കെട്ടി വന്നിരിക്കുന്നവനെയൊക്കെ ഒരിക്കലും അടുപ്പിക്കരുത്. ഇത് കേട്ട് അനന്തന്റെ പ്രൊഫസർമാരുടെയും മറ്റു കുട്ടികളുടെയും ഒക്കെ മുഖം വിളറി. അവരുടെ ഈ സംസാരം കോളേജ് ഗ്രൂപ്പ് മാത്രമല്ല, അടുത്ത് അവരുടെ പിന്നിലിരിക്കുന്ന ഡ്രൈവർമാരും ജോലിക്കാരും എല്ലാം കേൾക്കുന്നുണ്ട്. അവരിൽ ഒരാൾ പറഞ്ഞു, ഇത് മറ്റേ ലവനല്ലേ, നമ്മുടെ ചന്ദ്രദാസ് സാറിന്റെ ലൈസൻസ് കളയിച്ച ചെക്കൻ? ആ അതെ, തന്നെ. നന്നായി, നമ്മൾ ആരാ എന്താ എന്നൊന്നും അറിയാതെ ചെന്ന് അടുപ്പിക്കാതിരുന്നത്. ഇവരോടൊക്കെ മിണ്ടുന്നത് സാറെങ്ങാൻ കണ്ട അതോടെ നമ്മുടെ പണി പോയി കിട്ടും. അതും പറഞ്ഞ് അനന്തന്റെ തൊട്ടു പിന്നിലെ കസേരകളിൽ ഇരുന്ന കുറച്ചു പേർ എഴുന്നേറ്റ് മാറി മറ്റിടങ്ങളിൽ ചെന്നിരുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റമൊന്നും അനന്തനെ ബാധിക്കില്ല എങ്കിലും അരുന്ധതിക്കും അച്ഛനും ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ട അനന്തൻ പ്രതികരിച്ചു. എടാ മഹി, നിനക്കിന്ന് എന്റെ മേൽ കുതിര കയറേണ്ട യാതൊരു ആവശ്യമില്ല. വെറുതെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ് പണി എരന്ന് വാങ്ങാൻ നിക്കല്ലേ. മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി പോയാ നിനക്ക് കൊള്ളാം. ഇത് കേട്ട മഹിക്ക് ദേഷ്യം കയറി. അവൻ പറഞ്ഞു, നിന്റെ ഈ അഹങ്കാരം എത്ര നേരം കൂടി കാണുന്ന് നമുക്ക് നോക്കാം. ഇന്നത്തോടെ നിന്റെ കളി അവസാനിക്കാൻ പോവാണ് മോനെ. മഹിക്ക് വാക്കുകൾ കൊണ്ടല്ലാതെ കൈക്കരുത്ത് കൊണ്ട് അനന്തനെ നേരിടാനുള്ള ധൈര്യമില്ല. അനന്തന്റെ മുൻപിൽ തന്റെ കയ്യൂക്ക് വില പോകില്ല എന്ന് അവന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇവിടെ വെച്ചെങ്ങാനും അനന്തൻ തന്നെ തല്ലിയാൽ അത് സുരഭിക്കും രാജീവേട്ടനുമൊക്കെ ബുദ്ധിമുട്ടാകും. താൻ കാരണം ഇവിടെ ഒരു പുകിൽ ഉണ്ടാകരുത് എന്നുകൂടി ആലോചിച്ച് മഹി തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. അതിന്റെ ഒപ്പം ഹർഷനും അവനെ സമാധാനിപ്പിച്ചു. വിട്ടേക്ക് മഹിച്ചേട്ടാ, ഇവനെ നമ്മൾ ഒന്നും ചെയ്യണ്ട.
ചെയ്യാനുള്ളതൊക്കെ രാജീവേട്ടൻ ചെയ്തോളും. ഇവൻ ഏട്ടന്റെ ഇരയാ, നമുക്ക് പോവാം, ഹർഷൻ പറഞ്ഞു. അവിടെ നിന്നും മുന്നിലത്തെ റോയിൽ ചെന്നിരിക്കുന്നതിനൊപ്പം കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു അന്ന് അവിടെ എത്താൻ പോകുന്ന ഏതൊക്കെയോ VIP കളെ പറ്റി. എടി, ഒരു വലിയ VIP ഗസ്റ്റ് ഇവിടെ ഇന്ന് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ഇവിടെ വന്നതിൽ നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും VIP കളാ. അതിലാരെയാ നീ ഉദ്ദേശിച്ച്? ഒന്ന് പോടി, സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോഴാ അവളുടെ ഒരു തമാശ. ഞാൻ പറഞ്ഞത് അതല്ല, ഇന്നിവിടെ ഒരു സെലിബ്രിറ്റി വരുന്ന കാര്യമാണ്. അത് ഞാനും കേട്ടു. പക്ഷെ ആരാ വരുന്നത്? ആരായാലും ആള് ഫ്രണ്ട് റോയിൽ തന്നെ കാണും. നമുക്ക് ആളെ നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ. തരം കിട്ടിയ ഫോട്ടോയും എടുക്കാം. കുട്ടികളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. അവർ അതേപറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആൾ അവിടെ എത്തിയതിന്റെ ബഹളവും മറ്റും പുറത്തു കേട്ടു. ആളിനെ കാണാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ആരാധന മൂത്ത് ഒന്ന് തൊടാനും കെട്ടിപ്പിടിക്കാനും ഫോട്ടോഗ്രാഫ് വാങ്ങാനുമൊക്കെ നല്ല തിരക്കായിരുന്നു പുറത്ത്. എടാ, ഇത് നമ്മുടെ മാളവിക നന്ദഗോപാലല്ലേ? അവർ കാത്തിരുന്ന സെലിബ്രിറ്റി അകത്തേക്ക് കടന്നതും ആ പെൺകുട്ടികൾ പറഞ്ഞു. ഇവരാവും ആ സെലിബ്രിറ്റി എന്ന് ഞാൻ ഊഹിച്ചു. എന്താന്ന് വെച്ചാ, മാളവിക നന്ദഗോപാൽ ഇപ്പോ ഒരുപാട് കോൺട്രവേഴ്സിയിലൂടെ കടന്നു പോവല്ലേ. അപ്പോ അങ്ങനെ ഒരാളെ കൊണ്ട് വരുമ്പോ അതിന് ഡിമാൻഡ് ഒന്ന് വേറെയാവും. രാജീവേട്ടൻ ആരാ മോൻ? അതൊക്കെ ചിന്തിച്ച് തന്നെയാവും ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ശരിയാ, നീ പറഞ്ഞപ്പോഴാ ഞാനും അത് ആലോചിക്കുന്നത്. അത് മാത്രമല്ലടി, ഇവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നാഷണൽ ഹോസ്പിറ്റലിലായിരുന്നില്ലേ? അപ്പോ ഇവരെ പേഴ്സണലി രാജീവേട്ടന്റെ ഫാമിലിക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെയാവും ഇൻവൈറ്റ് ചെയ്തത്. അവരുടെ ചർച്ചകൾ അങ്ങനെ നീണ്ടു. അപ്പോഴും മാളവികയെ മുന്നോട്ട് നടക്കാൻ പോലും സമ്മതിക്കാതെ അവളോടൊപ്പം പിക്കെടുക്കാൻ വേണ്ടി കോളേജ് പിള്ളേർ വളയുന്നുണ്ട്. മാളവിക നന്ദഗോപാൽ ഒരു പട്ട് സാരിയൊക്കെ ഉടുത്ത് നല്ല ട്രഡീഷണൽ ലുക്കിലാണ് വന്നിരിക്കുന്നത്. അവൾ അവിടെയുള്ള VIP കളെയൊക്കെ കാണുമ്പോൾ ഇരു കൈകളും കൂപ്പി നമസ്കാരം പറയുന്നുണ്ട്. അതിനിടയിൽ അനന്തനെ ശ്രദ്ധിച്ച മാളവിക അവന്റെ അടുത്തേക്ക് ചെന്ന്, മിസ്റ്റർ അനന്തൻ, താനും ഉണ്ട് ഈ ഫംഗ്ഷന്? കുറെ ആയല്ലോ നമ്മൾ കണ്ടിട്ട്. ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ അനന്തനെ കണ്ട ആവേശത്തിൽ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കണ്ട് ചുറ്റുമിരുന്നവരെല്ലാം അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. എല്ലാവരുടെയും മുഖത്ത് അതിശയമായിരുന്നു. അവളെപ്പോലെ ഒരു സെലിബ്രിറ്റി ഇങ്ങനെ പിൻനിരയിലിരിക്കുന്ന ഒരുത്തനുമായി എന്തിനാണ് ഇത്ര അടുപ്പം കാണിക്കുന്നതെന്ന് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചു. പക്ഷേ ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചു, അനന്തൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? അവൾ തികച്ചും സൗഹൃദപരമായിട്ടാണ് ചോദിച്ചത്. അവൻ അതിന് തലയാട്ടിയതും ഒരു വലിയ സെലിബ്രിറ്റിയുടെ ഓട്ടോഗ്രാഫ് നേടിയ കൊച്ചുകുട്ടിയുടെ സന്തോഷമായിരുന്നു അവളുടെ മുഖത്ത്. പക്ഷേ മാളവികയുടെ പെരുമാറ്റങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന മറ്റു പലർക്കും ഇതൊന്നും അത്ര ദഹിച്ചില്ല. അവൾ എന്തിനാണ് അനന്തനോട് ഇങ്ങനെ ഇത്ര ഫ്രീ ആയി പെരുമാറുന്നത് എന്ന ചോദ്യം അവരുടെയൊക്കെ സ്വസ്ഥത കെടുത്തി. മാളവിക അവന്റെ അരികിൽ ഒരു കസേര വലിച്ചിട്ടിരുന്നതും അവൾ തന്നെ ചുറ്റിക്കറങ്ങുന്ന ചാനലുകാരെ കണ്ടു. അവരോട് ഇന്റർവ്യൂ കൊടുക്കുന്നത് പോലെ അവൾ സംസാരിച്ചു. അവർ റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫാൻസ്, ഇന്നാണ് നമ്മൾ കാത്തിരുന്ന സുവർണ ദിവസം. നമ്മുടെ സ്വന്തം രാജീവ് വർമ്മയുടെയും സുരഭി അയ്യരുടെയും വിവാഹം. മുഹൂർത്തത്തിന് സമയമായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെലിബ്രിറ്റീസ് ശരിക്കും അവര് രണ്ടുപേരും അല്ലേ? അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കാണാം. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളതൊക്കെ വിവാഹത്തിന് ശേഷം മാത്രം. താങ്ക് യു, ലവ് യു ഓൾ. അവളുടെ അത്രയും സംസാരം റെക്കോർഡ് ചെയ്ത ക്യാമറകൾ വീണ്ടും മറ്റു കല്യാണ ദൃശ്യങ്ങളിലേക്ക് തിരിഞ്ഞു. മാളവികയെ കണ്ട് വർമ്മ ഫാമിലിയിലെ 2 പേർ അവളുടെ അടുത്തേക്ക് വന്നു. മിസ് മാളവിക, ഇതെല്ലാം ജോലിക്കാരുടെയും ഡ്രൈവർമാരുടെയും ഒക്കെ സീറ്റാണ്. VIP സീറ്റ്സ് ഒക്കെ അങ്ങ് മുന്നിലാണ്. പ്ലീസ് ഞങ്ങളോടൊപ്പം വരൂ. അതെ അതെ, മാളവിക നന്ദഗോപാൽ, നിങ്ങളൊരു സെലിബ്രിറ്റി അല്ലേ? ഇങ്ങനെ കോമൺ പീപ്പിളിന്റെ ഒപ്പം ഇരിക്കുന്നത് മോശമാണ്. ഒന്നാമത് നിങ്ങളെ ഫോക്കസ് ചെയ്ത് പല ക്യാമറകളും ഉണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അല്പം കൂടി ഇമേജ് കോൺഷ്യസ് ആകണമെന്നാണ് എന്റെ ഒരിത്. അവരുടെ 2 ആളുടെയും വാക്കുകൾ കേട്ട മാളവികയുടെ മുഖം ചുളിഞ്ഞു. അവൾ അവരോട് ഇങ്ങനെ പറഞ്ഞു. അതായത് വർമ്മ ഫാമിലിയിലെ ആൾക്കാർ മനുഷ്യരെ പണവും സ്വാധീനവും അളന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമെന്നാണ്. ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇടത്തിരിക്കും. ഈ പബ്ലിക് ഫിഗർ എനിക്ക് എന്റെ ഇഷ്ടങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും തടസ്സമാകില്ല. ഇത് കേട്ട് ആ വ്യക്തികളുടെ തല കുനിഞ്ഞു. അവർക്ക് എങ്ങനെ അവളെ അനുനയിപ്പിക്കണം എന്നറിയാതെയായി. പക്ഷേ VIP ഗസ്റ്റ് പിന്നിലെ ചെയറിൽ ഇരിക്കുന്നത് അവർക്കൊരു അപമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചന്ദ്രദാസിനെ വിവരം അറിയിക്കാൻ പോയി. അവർ ഈ വിവരം ചന്ദ്രദാസിനെ അറിയിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്ത വിമ്മിഷ്ടം തോന്നി.
പക്ഷേ എടുത്തു ചാടി പ്രതികരിക്കാൻ അയാൾ മുതിർന്നില്ല. മാളവിക പറയുന്നതിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ അവളോട് സംസാരിക്കാൻ ചെല്ലുന്ന താൻ നാണം കെടുമെന്ന ചിന്തയിൽ അയാൾ ഒതുങ്ങി. ഇതെല്ലാം മാളവികയെ ശ്രദ്ധിക്കുന്ന കോളേജ് സ്റ്റുഡൻസ് കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാളവിക തങ്ങളുടെ തൊട്ടു മുന്നിലെ സീറ്റിലാവും ഇരിക്കുക എന്നാണല്ലോ അവരും പ്രതീക്ഷിച്ചത്. എന്നിട്ട് തങ്ങൾ ഒഴിവാക്കിയും അവഗണിച്ചും പരിഹസിച്ചു നിന്ന അനന്തന്റെ അടുത്താണ് അവർ ചെന്നിരുന്നത് എന്ന് കണ്ട് അവരെല്ലാവരും നെറ്റിച്ചൊളിച്ചു. ഇതെല്ലാം കണ്ട മഹി ദേഷ്യം കൊണ്ട് പല്ല് ഞെരിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാളവികയ്ക്കെന്താ അവനുമായി ഇത്ര അടുപ്പം? നമ്മളോട് ഒന്നും ചിരിക്കാത്തത് പോട്ടെ, ഇത്രയും വലിയ VIP ഗസ്റ്റ് ഇരിക്കുമ്പോ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഓടിച്ചെന്ന് അവന്റെ അടുത്ത് ഇരിക്കാനും മാത്രം അവൻ ആരാ? മഹിയുടെ സംസാരത്തിൽ അസൂയ നിറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ഹർഷൻ പറഞ്ഞു, ഓർമ്മയില്ലേ മഹിയേട്ടാ, അവൾക്കന്ന് വയ്യാതെ ആയപ്പോ അവന്റെ ആ തല്ലിപ്പൊളി ഡിസ്പെൻസറിയിലല്ലേ ചികിത്സിച്ച്? അതിന്റെ ബന്ധമാവും. അല്ലെങ്കിൽ വേറെ ഒരു ചാൻസ് ഉള്ളത് ഇതെല്ലാം അവളുടെ അടവാണ്. മഹിയേട്ടന് മനസ്സിലായില്ലേ? എളിമ കാണിക്കാൻ ഇപ്പൊ അതല്ലേ ട്രെൻഡ്. ഏത് സാധാരണക്കാരുടെ ഇടയിലും ഞാൻ വേർതിരിവില്ലാതെ സഹകരിക്കുമെന്ന് 4 ആളെ കാണിക്കാൻ. ഇവിടെയാണെങ്കിൽ ചുറ്റും ക്യാമറകളും. അല്ലെങ്കിൽ ഇവളൊക്കെ ഇവന്മാരെ പോലെയുള്ളവരോട് റെസ്പെക്ട് കാണിച്ച് മര്യാദയ്ക്ക് പെരുമാറുമെന്ന് മഹിയേട്ടന് തോന്നുന്നുണ്ടോ? ഹർഷൻ പറഞ്ഞത് കേട്ട് മഹി നെറ്റി ചുളിച്ച് മാളവികയുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിച്ചു. അധ്യായം 135. മാളവിക അനന്തനോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത് കണ്ട് അവിടെ ഇരുന്നവരുടെ ഒക്കെ ഇടയിൽ അതിനെക്കുറിച്ച് ചർച്ച നടന്നു. ഇതിനിടെ ഹർഷൻ മാളവികയെ പറ്റി പറഞ്ഞതിനോട് കേട്ടവരൊക്കെ യോജിച്ചു. അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അനന്തനോട് എളിമ കാണിക്കുന്നത് എന്നായിരുന്നു അവന്റെ അഭിപ്രായം. എന്നാലും ഈ അനന്തൻ ഇത് എങ്ങനെയാ ഇത്രയും ചെറിയ പ്രായത്തില് ഇങ്ങനെ മരുന്നില്ലാത്ത വിഷത്തിനൊക്കെ ചികിത്സ കണ്ടെത്തിയേ? ഒരാൾ പറഞ്ഞു. അതിനു മുൻപ് എവിടെ നിന്നാണ് ഈ വിഷം ഉണ്ടായതെന്നറിയോ? ഒരു ആയുർവേദ മാഗസിൻ നോക്കി അതിലെ തെറ്റായ കുറെ മരുന്നുകൾ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ടാ ഈ വിഷം ശരീരത്തിൽ ഉണ്ടായത്. അതിനു പറ്റിയ വല്ല മറുമരുന്നും ഉണ്ടാകും അനന്തന്റെ ക്ലിനിക്കില്. ഈ ചെറിയ ക്ലിനിക്കിലൊക്കെ നമുക്കറിയാത്ത ചില പൊടിക്കൈകളും നാട്ടുവൈദ്യമൊക്കെ ഉണ്ടാവുമെന്നേ അറിയില്ലല്ലോ. മറ്റൊരു കാര്യം അറിയോ? ഈ ആയുർവേദ മാഗസിൻ വർമ്മ ഫാമിലിയിൽ ഉള്ളവർക്ക് എങ്ങനെ കിട്ടിയതാണെന്ന്? അത് ആ ചന്ദ്രദാസ് എവിടെ നിന്നോ മോഷ്ടിച്ചതാണ്. അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങേർക്ക് നല്ല ട്രോളായിരുന്നല്ലോ. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അതിന് പിന്നീട് ചന്ദ്രദാസ് സാറ് മറുപടി കൊടുത്തിരുന്നല്ലോ. അതായത് മാളവിക നന്ദഗോപാലിന്റെ ചികിത്സ ആക്സിഡന്റ് പറ്റി മാസങ്ങളോളം നാഷണൽ ഹോസ്പിറ്റലിലാണ് നടത്തിയതെങ്കിലും അവർ ട്രീറ്റ്മെന്റ് തീർന്ന് ഡിസ്ചാർജായി മാസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവൾ അന്ന് തല ചുറ്റി വീഴുന്നത്. അതും നാഷണൽ ഹോസ്പിറ്റലിലെ ചികിത്സയുമായി യാതൊരു ബന്ധവുമില്ല. അന്ന് മാളവികയ്ക്ക് വീണ്ടും വയ്യാതെയാകുമ്പോ അവിടെ ഉണ്ടായിരുന്ന അനന്തൻ പ്രശ്നം ഉണ്ടാക്കി നിർബന്ധിച്ച് അവളെ അവന്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയതാണ് എന്നൊക്കെയായിരുന്നു അയാളുടെ എക്സ്പ്ലനേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രദാസിന്റെ തന്നെ എന്തോ ആയുർവേദ മാഗസിൻ മോഷ്ടിച്ചുകൊണ്ട് അതിന്റെ സഹായത്തോടെയാണ് അനന്തൻ മാളവികയുടെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഇങ്ങനെയായിരുന്നു ഞാൻ അറിഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ അഭിപ്രായം കേട്ടപ്പോൾ കുറച്ചുപേർ അതിനോടും യോജിച്ചു. എന്തായാലും വർമ്മ ഫാമിലിയുടെ ഫംഗ്ഷന് വന്നിരുന്ന് അവരെ കുറ്റം പറയുന്നത് ആരെങ്കിലും കേട്ടാൽ അവർക്ക് നീരസം തോന്നിയാലോ എന്ന ചിന്തയുള്ളവരും മുന്നും പിന്നും അറിയാതെ ഈ അഭിപ്രായത്തിനോട് യോജിച്ചു. ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ തനിക്ക് ചുറ്റും അനന്തനും ശ്രദ്ധിക്കുന്നുണ്ട്. അനന്തന് പിന്നെ ഇത്തരം കമന്റ്സ് ഒന്നും വലിയ പ്രശ്നമല്ല എങ്കിലും അച്ഛൻ ഇതെല്ലാം കേട്ട് അസ്വസ്ഥതയുണ്ടാകുമോ എന്നവൻ ഭയന്നു. പക്ഷേ വാസുദേവന്റെ മുഖത്ത് അങ്ങനെ കാര്യമായ വിമ്മിഷ്ടമൊന്നുമില്ല. അനന്തന് അത് കണ്ട് അല്പം ആശ്വാസം തോന്നി. പക്ഷേ അരുന്ധതിക്ക് ഇതൊന്നും അത്ര രസിക്കുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയായിട്ടാ ഇവര് പറയുന്നേ? നമ്മളാണോ അവരുടെ മാഗസിൻ മോഷ്ടിച്ച്? നേരെ തിരിച്ചല്ലേ? എനിക്ക് കേട്ടിട്ട് സഹിക്കുന്നില്ല. എന്നാൽ മാളവികയ്ക്ക് അരുന്ധതിയെ പോലെ വികാരഭരിതയായി പൊട്ടിത്തെറിക്കേണ്ട കാര്യമില്ല. അവൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അവൾ വേഗം തന്റെ മാനേജറായ മുരുകനെ വിളിച്ചു. മാഡം വിളിക്കുന്നത് കേട്ട് അയാൾ വേഗം വന്നു. എന്താ മാഡം, ഇവിടെ ഇരിക്കുന്നത് മാഡത്തിന് ബുദ്ധിമുട്ടാണോ? അതാണോ വിളിച്ചത്? ഡോൺ വറി മാഡം, മാഡത്തിന്റെ VIP സീറ്റ് മുന്നിലുണ്ട്. അവിടെ മാഡം ഉറപ്പായും കംഫർട്ടബിൾ ആയിരിക്കും. തന്റെ മാനേജറും ഇത് തന്നെ പറയുമ്പോൾ അവൾ മടുപ്പോടെ തലയിൽ കൈവച്ചു. ഉഫ്, തന്നെ കൊണ്ട് വയ്യല്ലോടോ. എനിക്ക് ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും കംഫർട്ട് കുറവുണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ഇതും പറഞ്ഞു നടക്കുന്നേ? മാളവിക പറയുന്നത് കേട്ട് മാനേജർ മുരുകൻ ജാള്യതയോടെ തല ചൊറിഞ്ഞു. സോറി മാഡം,
മാഡം പെട്ടെന്ന് ചുറ്റും നോക്കി അസ്വസ്ഥതയോടെ എന്നെ വിളിച്ചപ്പോ ഞാൻ ഓർത്തു, അത് പോട്ടെ, മാഡം എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അയാൾ ചോദിച്ചു. ഞാൻ വിളിച്ചത് എന്റെ സീറ്റ് മാറ്റാൻ വേണ്ടിയല്ല. ഇവിടെ നല്ല ബഹളമാണ്. ബഹളമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പലതുമാണ് ഇവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ശല്യം ചെയ്യുന്നവരെ മാത്രം ഒന്ന് മാറ്റി തന്നാ മതി, മാളവിക അയാളോട് പറഞ്ഞു. അത്രേ ഉള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം, മാഡം സമാധാനമായിട്ട് സംസാരിച്ചോളൂ, അയാൾ പറഞ്ഞു. ഏയ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സീറ്റിലേക്ക് പോകൂ. ഇങ്ങനെ മാഡത്തിന്റെ അരികിൽ കൂടി നിൽക്കാനൊന്നും പറ്റില്ല. ഡിസ്റ്റർബ് ചെയ്യാതെ പോയേ, അയാൾ ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അത്രയും പറഞ്ഞു. ഇത് കേട്ട എല്ലാവരും ചമ്മലോടെ അവരുടെ സീറ്റിലേക്ക് പോയി. മുന്നിൽ പല VIP സീറ്റുകളും ഉണ്ടെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യ അതിഥിയായ മാളവിക നന്ദഗോപാൽ ഇരിക്കുന്ന ടേബിൾ ആയിരുന്നു അവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. മാനേജർ മുരുകൻ നേരെ ചന്ദ്രദാസിന്റെ അടുത്തേക്ക് ചെന്നു. മാളവിക തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അയാൾ ചന്ദ്രദാസിനോട് പറഞ്ഞു. ഒരു രക്ഷയില്ല സാറ്, ഞാൻ എന്റെ മാക്സിമം നോക്കി. മാഡം അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യാന്? അവളൊരു പബ്ലിക് ഫിഗറാണ്. അവൾ കൂടുതൽ ഭയക്കുന്നത് ഗോസിപ്പുകളും ഏറ്റവും ശ്രദ്ധ കൊടുക്കുന്നത് ഇമേജിനും ആവും. അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ എനിക്കറിയാം. ദേ, അവിടെ ഇരിക്കുന്ന കുറച്ച് വയസ്സായ അമ്മാവന്മാരെ അവളുടെ അടുത്ത് കൊണ്ടിരിക്കുന്നു. അല്പം കഴിയുമ്പോൾ അവൾ അവിടെ നിന്ന് തനിയെ എഴുന്നേറ്റോളും. ഇത് കേട്ട മുരുകന് ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് ഒരു സൂചന കിട്ടി. അയാൾ ഒരു ഗൂഢമായ ചിരി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം 3 വയസ്സായ മനുഷ്യർ അനന്തന്റെ ടേബിളിന് അരികിലേക്ക് വന്നു. അവർ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളിൽ ഓരോന്നിലായി കയറിയിരുന്നു. മാളവിക നന്ദഗോപാലിന്റെ തൊട്ടടുത്തിരുന്നതാവട്ടെ ഒരു വാച്ച്മാൻ ആണ്. അയാളുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതും വിയർപ്പ് ഗന്ധം അധികമുള്ളതുമായിരുന്നു. ആളിനെപ്പോഴും സിഗരറ്റ് നാറ്റമാണ്. നന്നായി സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് ആരെങ്കിലും ചുമ്മാ ഒന്ന് അടുത്തുകൂടി നടന്നു പോയാൽ മതി മനസ്സിലാക്കാൻ. അത്രയ്ക്ക് കെട്ട നാറ്റമായിരുന്നു അയാൾക്ക്. ഈ വയസ്സായ ആളുകൾക്ക് ഇപ്പോഴത്തെ പിള്ളേരെ പോലെ മാളവിക നന്ദഗോപാൽ എന്ന പ്രശസ്ത ഗായികയെയോ അവളുടെ പാട്ടുകളെയോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവൾ ഒരു സാധാരണക്കാരിയായിരുന്നു. അവർ അവളോട് യാതൊരു വിധത്തിലുള്ള മര്യാദകളും കാണിച്ചില്ല. ഇതെല്ലാം കണ്ട മാനേജർ മുരുകൻ പറഞ്ഞു. ഇത് പപ്പേട്ടൻ 30 വർഷത്തിലധികമായി വർമ്മ തറവാട്ടിലെ സെക്യൂരിറ്റിയാ. ഇവിടുത്തെ സത്യസന്ധനും വിശ്വസ്തനുമായ പണിക്കാരനാണ്. ഇയാളും കൂടി ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പപ്പേട്ട, ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചോളൂ. ഇത് കേട്ട് പപ്പേട്ടൻ പറഞ്ഞു. ശരി മാനേജർ മുരുക, വളരെ നന്ദി. ഇനി നിങ്ങൾ പോയിക്കോ. എന്റെ കൂടെ നിന്ന് നിങ്ങളുടെ ജോലി മുടക്കണ്ട. അത് കേട്ട് മാനേജർ മുരുകൻ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് അയാൾക്ക് നൽകി. നിങ്ങൾ വലിക്കില്ലേ? ഊണ് കഴിഞ്ഞ് വലിക്കാൻ സിഗരറ്റ് ഇല്ലെങ്കിൽ ഇത് വെച്ചോളൂ. പിന്നെ അതിങ്ങ് തന്നേക്ക്. അയാൾ അത് വാങ്ങി ഉടനെ കത്തിച്ചു വലിച്ച് പുക വിട്ടു. മാളവിക നന്ദഗോപാലിന് സിഗരറ്റിന്റെ മണം വല്ലാത്ത തലവേദനയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷെ അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. ഇനി ഒരു വട്ടം കൂടി മാനേജർ അവളോട് അതേപ്പറ്റി ചോദിച്ചാൽ അവൾ ഒരുപക്ഷെ ദേഷ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് അവൾ അത് സഹിച്ച് അവിടെ ഇരുന്നു. പെട്ടെന്നാണ് അവിടെ നാദസ്വര മേളം മുറുകിയത്. എല്ലാവരുടെയും ശ്രദ്ധ മണ്ഡപത്തിലേക്ക് ചെന്നു. വിവാഹത്തിന് ഇനി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ എന്നെല്ലാവർക്കും മനസ്സിലായി. രാജീവ് വർമ്മയെ ചന്ദ്രദാസ് വർമ്മയും വർമ്മ ഫാമിലിയിലെ മറ്റു ചിലരും ചേർന്ന് മണ്ഡപത്തിൽ കൊണ്ടുവന്നിരുത്തി. തൊട്ടു പിന്നാലെ ആളും അകമ്പടികളുമായി അഷ്ടമാംഗല്യവും എടുത്ത് സുരഭിയും പിന്നാലെ എത്തി. അവരുടെ ഒപ്പം അകമ്പടി വന്ന കുട്ടികളും ബന്ധുക്കളുമൊക്കെ മണ്ഡപത്തിൽ നിന്ന് വരി വരിയായി താഴേക്കിറങ്ങി. പക്ഷേ താഴെ അവർക്കിരിക്കാനായി സീറ്റില്ലായിരുന്നു. അവിടെ ഇപ്പോൾ വെറും 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് തറവാട്ടിലെ തലമൂത്ത കാരണവർക്കും ഭാര്യയ്ക്കും ഇരിക്കാൻ വേണ്ടി മാറ്റിയിട്ടിട്ടുള്ളതാണ്. രാജീവും സുരഭിയും അവിടെ നിൽക്കുന്ന മുതിർന്നവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങുകയാണ്. വിവാഹം കഴിഞ്ഞതും കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങേണ്ടതാണ്. അതുകൊണ്ടാണ് അവരെ മുന്നിലത്തെ സീറ്റിൽ തന്നെ ഇരുത്തിയിരിക്കുന്നത്. അതുപോലെ അവരുടെ കുടുംബത്തിലെ ഒരു ആചാരമാണ് വിവാഹത്തിന് മുൻപ് ആ തറവാട്ടിലെ ഏറ്റവും മുതിർന്ന ദമ്പതികളുടെ പാദങ്ങൾ കഴുകി കൊടുക്കുന്നത്. ഈ ആചാരം അവിടെ വർഷങ്ങളായി തുടരുന്നതാണ്. അനന്തന്റെ മുത്തശ്ശിയും മുത്തശ്ശനും അവിടേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് അവർ അവിടെ ഇരുന്ന അതിഥികളെ മുഴുവൻ അവിടേക്ക് സ്വാഗതം ചെയ്തു. വലിയ ചടങ്ങായതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ അവതാരികയായി നിർത്തിയിട്ടുണ്ട്. അവൾ മൈക്കുമെടുത്ത് സംസാരിക്കാനായി മുന്നോട്ട് വന്നു. ഞാൻ
വളരെയധികം സന്തോഷവതിയാണ്. ഇങ്ങനെ ഒരു കല്യാണം ഞങ്ങളുടെ തറവാട്ടിൽ നടത്തിയെടുക്കാൻ പറ്റിയത് ഓർക്കുമ്പോൾ തന്നെ അഭിമാനമുണ്ട്. ഇന്ന് ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ 2 പേരുടെ സംഗമ ദിവസമാണ്. രാജീവ് വർമ്മയും സുരഭി അയ്യരും. ഈ വിവാഹത്തിന് സാക്ഷിയാകാൻ വന്നെത്തിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കല്യാണ ചെക്കനെയും പെണ്ണിനെയും നേരിട്ട് അറിയാത്തവർ ചിലരുണ്ടാകും ഇവിടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അവർക്ക് വേണ്ടി അവരിരുവരെയും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അഭിമാനം എന്ന് തന്നെ പറയാം. ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന രാജീവ് വർമ്മയും സുരഭി അയ്യരും, ഇവർ രണ്ടാളും അതുല്യ പ്രതിഭയുള്ളവരാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്ന് തന്നെ പറയാം രാജീവ് വർമ്മയെ. കുട്ടിക്കാലം മുതലേ തന്നെ പഠനത്തിലും ആയോധന കലയിലും ഒരുപോലെ കഴിവ് തെളിയിച്ചു തുടങ്ങിയവനാണ്. 3-ാം വയസ്സിൽ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളുടെ ബാലപാഠങ്ങൾ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. 8-ാം വയസ്സ് മുതൽ രോഗികളെ ശുശ്രൂഷിക്കാനും ചികിത്സിക്കാനും തുടക്കമിട്ടു. ആ പ്രായത്തിൽ തന്നെ ഒരു ശ്രേഷ്ഠനായ ആയുർവേദ വൈദ്യന്റെ ലക്ഷണങ്ങൾ രാജീവിൽ കണ്ടു തുടങ്ങിയിരുന്നു. പിന്നെ പഠനത്തിന്റെ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ 2 വർഷം മുൻപത്തെ സ്റ്റേറ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രാജീവ് വർമ്മ എന്ന അതുല്യ പ്രതിഭ. അവതാരികയുടെ വാക്കുകൾ കേട്ട അതിഥികൾ കൈയടിച്ചു. ആ സദസ്സിലാകെ കരഘോഷം മുഴങ്ങുമ്പോൾ രാജീവും സുരഭിയും പിന്നെ ചന്ദ്രദാസ് ഉൾപ്പെടെയുള്ള മറ്റു കുടുംബാംഗങ്ങളും തലയെടുപ്പോടെ നിന്നു. തന്റെ സംസാരത്തിൽ കയ്യടി മുഴങ്ങുന്നത് കണ്ട അവതാരികയും ആത്മവിശ്വാസത്തോടെ അവളുടെ ജോലി തുടർന്നു. വർമ്മ ഫാമിലിയുടെ അഭിമാനമായ രാജീവ് വർമ്മ ഇതുവരെ നേടിയതെല്ലാം സ്വന്തം പ്രയത്നം കൊണ്ടും അതുപോലെ കഠിനാധ്വാനം കൊണ്ടുമാണ്. യൂണിവേഴ്സിറ്റിയിലായിരുന്ന സമയം 7 അവാർഡുകളാണ് അദ്ദേഹം കോളേജിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. 1.5 കോടി രൂപയിലധികമാണ് ഓരോ മത്സരങ്ങളിലും വിജയിച്ച് അയാൾ ഇതുവരെ സ്വന്തമാക്കിയത്. അതെല്ലാം ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത്രയൊക്കെ ഉയരങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടും ഇതിൻ്റെതായ ഒരു അഹങ്കാരവുമില്ലാതെ സ്വന്തം വീട്ടുകാരെയും അതുപോലെ മുതിർന്നവരെയും ഒക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുകൂടിയുണ്ട് അദ്ദേഹത്തിനെന്ന് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്നതിൽ പകുതി മുക്കാൽ പേർക്കും ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിച്ചതാണ്. രാജീവ് വർമ്മയെ പറ്റി ഒന്നും തന്നെ അറിയാത്തവർക്ക് വേണ്ടി പ്രധാനമായ ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്. അത്രയും കേട്ടതും അവിടെ ഇരുന്ന എല്ലാവരുടെയും മുഖം ആകാംക്ഷ കൊണ്ട് തെളിഞ്ഞു. എല്ലാവരും ഇനി അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധയോടെ ഇരുന്ന് കേട്ടു. മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോഴും മണ്ഡപത്തിൽ എത്തിയിട്ടില്ല. അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവരെത്തിയിട്ടില്ല എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവതാരിക വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു. അധ്യായം 136. അവതാരികയുടെ വാക്കുകൾ കേൾക്കാനായി എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. നമ്മുടെ കല്യാണച്ചക്കനായ രാജീവ് വർമ്മ ഒരു മഹാഗുരുവാകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാജീവ് വർമ്മ തന്റെ ഇത്രയും കാലത്തെ കഠിനമായ പരിശീലനത്തിലൂടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുത്തിട്ടുണ്ട്. അതിനർത്ഥം അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് വരുന്ന വർഷം തന്നെ മികച്ച മഹാഗുരുക്കന്മാരിൽ ഒരാളായി രാജീവ് വർമ്മയുടെ പേര് ചേർക്കപ്പെടും എന്ന് തന്നെയാണ്. വർമ്മ ഗ്രൂപ്പിന്റെ നെറുകയിൽ ഒരു പൊൻതൂവലായി അദ്ദേഹം മാറട്ടെ. അവന്തികയുടെ സംസാരമൊക്കെ കേട്ട ശേഷം ഏറ്റവും പിന്നിലെ ടേബിളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൈകൾ അടിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നല്ലാതെ കളരിപ്പയറ്റിലും പഠനത്തിലും ഒരുപോലെ അഗ്രഗണ്യൻ. വർമ്മ കുടുംബത്തിലെ കുട്ടിയായാൽ ഇങ്ങനെ വേണം. പപ്പേട്ടന്റെ പിന്നാലെ സദസ്സിലിരുന്ന പലരും മുഖസ്തുതികൾ കൊണ്ടും അഭിനന്ദനങ്ങൾ കൊണ്ടുമൊക്കെ അവരെ പൊതിയുന്നുണ്ട്. വർമ്മ ഫാമിലിയിലെ എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷവും അഭിമാനവും നിറഞ്ഞ സമയമായിരുന്നു അത്. എല്ലാവരും നിശബ്ദരാകൂ. നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശനും മുത്തശ്ശിയും സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അവർ രണ്ടാളും സദസ്സിലെത്തിയതും അവിടെ ഇരുന്ന അതിഥികളെല്ലാം പ്രായത്തിനെ ബഹുമാനിച്ച് എഴുന്നേറ്റു വണങ്ങി. അനന്തന്റെ മുത്തശ്ശൻ ആദിത്യവർമ്മ, എല്ലാവരുടെയും ആദിത്യവർമ്മ തമ്പുരാൻ, നാഷണൽ ഹോസ്പിറ്റലിന്റെ ഓണർ. അദ്ദേഹത്തോട് എല്ലാവർക്കും കറ തീർന്ന ബഹുമാനമായിരുന്നു. ആദിത്യവർമ്മ ആ വേദിയിലേക്ക് വന്നതും അയാളെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ എത്തി വലിഞ്ഞു നോക്കി. പ്രായമേറെയായെങ്കിലും അയാളുടെ മുഖത്തെ തേജസ് അവർണ്ണനീയം തന്നെയായിരുന്നു. എല്ലാവരും അദ്ദേഹത്തോട് വന്ന് സംസാരിക്കുകയും കൊച്ചുമകന്റെ വിവാഹത്തിന് ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ സമയമെല്ലാം സുമംഗല മുത്തശ്ശി ഒതുങ്ങി മാറി നിൽക്കുകയാണ്. ആരും അവരെ ഒന്ന് ശ്രദ്ധിച്ചത് പോലുമില്ല. ആദിത്യവർമ്മ തമ്പുരാന്റെ ഭാര്യ എന്ന ടൈറ്റിൽ മാത്രമായിരുന്നു അവർക്ക് സ്വന്തമായി ഉള്ളത്.
ആദിത്യവർമ്മ എല്ലാവരോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ഈ വിശേഷ ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാന്യ ജനങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് എന്റെ ചെറുമകന്റെ കല്യാണമാണ്. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ നവദമ്പതികളെ അനുഗ്രഹിക്കണമെന്നും അവരുടെ സന്തോഷപൂർണമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കുക. ആദിത്യവർമ്മ തമ്പുരാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഇരുന്ന ശേഷമല്ലാതെ അതിനു മുന്നേ ഇരിക്കുവാൻ ആരും അങ്ങനെ ധൈര്യം കാണിച്ചില്ല, അനന്തൻ ഒഴികെ. അവന്റെ കണ്ണുകൾ തന്റെ മുത്തശ്ശനെ കണ്ടതും കുറുകി. അനന്തൻ അയാളെ നന്നായി നിരീക്ഷിക്കുകയാണ്. പണ്ടും തന്റെ മുത്തശ്ശൻ ഒരു ദുഷ്ടനും ക്രൂരനുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ കണ്ടിട്ട് കാലം കുറയായി. അനന്തൻ കോമയിൽ നിന്ന് ഉണർന്ന ശേഷം ഈ രണ്ടാം ഘട്ട ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുത്തശ്ശനെ നേരിൽ കാണുന്നത്. അതിനു മുൻപ് എപ്പോഴായിരുന്നു കണ്ടത്? കൃത്യമായി ഓർമ്മ പോലും കിട്ടുന്നില്ല. എന്തായാലും ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും നേരിട്ട് കണ്ടിരിക്കുന്നു. പണ്ടത്തെക്കാളും എത്രത്തോളം ദുർവാശിയും ക്രൂരതകളും കൂടി എന്നാണ് അനന്തൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തൻ ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും അവന്റെ മുഷ്ടി ചുരുണ്ടു. എല്ലാവരും പുകഴ്ത്തി ബഹുമാനത്തോടെ കാണുന്ന മുത്തശ്ശന്റെ യഥാർത്ഥ സ്വഭാവം അറിയാവുന്ന അവന് വല്ലാത്ത ദേഷ്യവും പുച്ഛവും തോന്നി. ഇയാളാണ് അച്ഛന്റെ ജീവിതം നരകതുല്യമാവാൻ കാരണം. അന്ന് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ ദിവസം എന്റെ അച്ഛൻ എത്രത്തോളം അപമാനിക്കപ്പെട്ടുവെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ ഒപ്പം അമ്മ പോയ ദുഃഖം കൂടി. ഞങ്ങൾ മക്കളെ ഓർത്ത് മാത്രമായിരിക്കണം അന്ന് ആ പാവൻ ജീവിതം തുടർന്നത്. അവന് ഓർക്കും തോറും വിഷമമേറി. അച്ഛന്റെ കാര്യം മാത്രമല്ല, തന്നോട് എങ്ങനെയായിരുന്നു മുത്തശ്ശൻ പെരുമാറിയിരുന്നത് എന്നും അനന്തൻ ഓർത്തു. രാജീവ് വർമ്മയുമായി താരതമ്യം ചെയ്ത് അവർ കുഞ്ഞിലെ തന്നെ തന്റെ മനസ്സിനെ തളർത്തി. അതുമാത്രമല്ല, ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും മുന്നിൽ തന്നെ പൊട്ടൻ എന്ന് വിളിച്ച് സ്ഥിരം അപമാനിച്ചുകൊണ്ടിരുന്നു. എന്നെ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടി ചിലവാക്കുന്ന ഓരോ ചില്ലിത്തുട്ടിനും അവർ കണക്ക് പറഞ്ഞു. ഇതെല്ലാം പാഴാണ് എന്നും താൻ ഒരിക്കലും തന്റെ അച്ഛന് നാളെ ചിലവിന് കൊടുക്കാനുള്ള പ്രാപ്തി നേടില്ല എന്നും 1000 തവണ പറഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ തങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമാവും താൻ ഇങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു തുടങ്ങിയത് തന്നെ. ഇതെല്ലാം ആലോചിക്കുന്ന നേരം അനന്തന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. ദേഷ്യവും സങ്കടവും അവന്റെ കണ്ണുകളിൽ വ്യക്തമാണ്. അനന്തൻ തന്റെ മുന്നിലിരുന്ന ഗ്ലാസിൽ ദേഷ്യത്തോടെ അമർത്തി. ഇത് കണ്ട വാസുദേവൻ അവനിലെ മാറ്റം ശ്രദ്ധിച്ചു. അവനെ വിളിച്ചു. മോനെ, എനിക്കറിയാം നിന്നിലുള്ള ഈ മാറ്റം എന്താണെന്ന്. മുത്തശ്ശനെ കണ്ടപ്പോ പഴയത് പലതും ഓർമ്മ വന്നു അല്ലേ? പോട്ടെ, സാരമില്ല. പഴയതൊക്കെ മറന്നാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവൂ. ഇത് കേട്ട് അനന്തൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സും ഒട്ടും സ്വസ്ഥമല്ല എന്ന് അവൻ അറിയാം. അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം അനന്തൻ വളരെയധികം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും മുത്തശ്ശനോട് ചോദിച്ചിരുന്നു, എന്തിനാണ് അച്ഛനെ ഇങ്ങനെ ഇറക്കി വിടുന്നത് എന്ന്. അതിനുത്തരം നൽകാതെ തന്റെ അഹങ്കാരം തീർക്കാൻ എന്ന് പറഞ്ഞ് കുതിരെ തല്ലുകയാണ് ഉണ്ടായത്. തന്റെ അച്ഛൻ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടാണ് തന്നെ രക്ഷിച്ചത്. അന്നത്തെ അനന്തനല്ല അച്ഛ ഇത്. ഒരുപാട് മുതിർന്നു, ഒരുപാട് മാറിയിരിക്കുന്നു. അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോൾ വാസുദേവൻ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. അനന്തൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. അവനൊന്ന് ആഞ്ഞ് മുന്നോട്ട് നോക്കി. അനന്തന്റെ മുത്തശ്ശൻ അതിഥികളോടൊക്കെ സംസാരിച്ചും ചിരിച്ചും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്താ തമ്പുരാനെ വൈകിയത്? സ്വന്തം പേരക്കുട്ടിയുടെ കല്യാണമല്ലേ? ശരിയാ, വിചാരിച്ചതിലും വൈകി. നേരത്തെ ഇറങ്ങിയത് തന്നെയാ. പക്ഷെ വരുന്ന വഴി ഒരു സുഹൃത്തിനെ കണ്ടു. അവിടെ കുറച്ചു നേരം നിൽക്കേണ്ടി വന്നതാ. അതിനെന്താ, മുഹൂർത്തത്തിന് ഇനിയും സമയമില്ലേ? അങ്ങ് വൈകിട്ടൊന്നും ഇല്ലെന്നേ. അത് ശരിയാ, ഞാനിപ്പോ വൈകിയാലും എന്താ? ചെക്കനും പെണ്ണും അല്ലേ ഇന്നത്തെ താരങ്ങള്. ഇന്നത്തെ ദിവസം എനിക്കല്ലല്ലോ പ്രസക്തി. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. രാജീവ് വർമ്മയും സുരഭിയും വിവാഹത്തിന് മുൻപ് അവരുടെ പാരമ്പര്യം അനുസരിച്ച് നടത്തുന്ന കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കതിർ മണ്ഡപത്തിലേക്ക് കയറി. രാജീവ് ഒരു വെള്ള ഷർട്ടും ഗോൾഡൻ കരയുള്ള മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. സുരഭി അവന് ചേരുന്ന തരത്തിലുള്ള ചുവപ്പും ഗോൾഡനും കോമ്പിനേഷൻ വരുന്ന കാഞ്ചീപുരം പട്ടുസാരിയാണ് ഉടുത്തിരിക്കുന്നത്. അവരുടെ കുടുംബത്തിന്റെ പ്രതാപം വിളിച്ചു പറയുന്നത് പോലെയുള്ള
അത്ര സ്വർണ്ണാഭരണങ്ങൾ അവൾ അണിഞ്ഞിരുന്നു. തലയിൽ മുല്ലപ്പൂവും റോസാപ്പൂവും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇരുവരും തങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരുടെ ജോഡി കണ്ട് അവിടെ ഇരുന്ന ചെറുപ്പക്കാർക്കൊക്കെ അസൂയ തോന്നി. എന്ത് ചേർച്ചയാണല്ലേ രണ്ടുപേരും. രാജീവേട്ടന്റെ പൊക്കവും ഒത്ത ശരീരവും ആ ഷർട്ടും മുണ്ടും ഒക്കെ നന്നായി ഇണങ്ങുന്നുണ്ട്. ഹോ, കല്യാണ ചെക്കനായ ഇങ്ങനെ വേണം. അതുപോലെ തന്നെ സുരഭി ചേച്ചിയും രൂപം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ പെർഫെക്റ്റ് മാച്ച്. ഈ കല്യാണ ലുക്കിൽ മാത്രമല്ലടോ മാച്ച്, സ്വഭാവം കൂടി നോക്കിക്കേ. രണ്ടുപേരും അവരുടെ ഉയർച്ചയിൽ ഫോക്കസ്ഡ് ആണ്. രാജീവേട്ടൻ 2 വർഷം മുന്നത്തെ സ്റ്റേറ്റ് ടോപ്പർ, സുരഭി ചേച്ചി വരാൻ പോകുന്ന റിസൾട്ടിലെ സ്റ്റേറ്റ് ടോപ്പർ. രണ്ടാളും ഹാർഡ് വർക്കിംഗ്, ഒരുപോലെ റെസ്പോൺസിബിൾ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കപ്പിൾസ് ഞാൻ ഇതുവരെ വേറെ കണ്ടിട്ടില്ല. സുരഭി ചേച്ചിയുടെ കഴുത്തിലെ മാലയൊക്കെ എത്ര പവന, എല്ലാം നല്ല അടിപൊളി ഡിസൈൻ അല്ലേ. നോ ഐഡിയ മോള്. എന്തായാലും നമ്മുടെയൊക്കെ സങ്കല്പത്തിനും പുറത്തു വരും അതെല്ലാം. അവിടെ ഇരുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ ഇങ്ങനെ അത്ഭുതത്തോടെയും അസൂയയോടെയും സംസാരിച്ചു. ആ പെൺകുട്ടികൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മിക്ക അതിഥികളും ഇങ്ങനെയൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പലതും ആദിത്യവർമ്മ തമ്പുരാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആളുകളുടെയൊക്കെ അഭിപ്രായം കേട്ട് അഭിമാനം കൊണ്ട അയാൾ ചെക്കനെയും പെണ്ണിനെയും ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ശേഷം എഴുന്നേറ്റ് എല്ലാവരോടുമായി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്റെ ചെറുമകന്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ പൂർണ്ണമായും ഭാരമെല്ലാം ഒഴിഞ്ഞ് സ്വസ്ഥമാകുന്നത്. മുൻപ് പല ആളുകളുടെയും പരിഹാസത്തിന് ഞാൻ ഇരയായിട്ടുണ്ട്. എന്റെ തീരുമാനങ്ങൾ ക്രൂരവും തെറ്റായതുമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ കേട്ടില്ല എന്ന് നടിച്ചു. എന്റെ കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്റെ ഈ പേരക്കുട്ടി തന്നെയാ. അവൻ ഒരു നാൾ മറ്റാരേക്കാളും ഞങ്ങളുടെ തറവാടിന്റെ യശസ് ഉയർത്തും. ഭർത്താവിന്റെ വാക്കുകൾ കേട്ട സുമംഗല മുത്തശ്ശിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. മുഖത്ത് മങ്ങിയ വിഷാദ ഭാവം പടർന്ന മുത്തശ്ശിയുടെ ഓർമ്മകൾ ഒരുപാട് കാലം പിന്നിലോട്ട് സഞ്ചരിച്ചു. അനന്തനെ പ്രസവിക്കാനായി അനന്തന്റെ അമ്മയെ വേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാവരും കരുതി അവനായിരിക്കും അവിടുത്തെ മൂത്ത സന്താനമെന്ന്. എന്നാൽ പെട്ടെന്ന് ഒരു വേദന പോലെ തോന്നി അവന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്കിലും അത് പ്രസവ വേദനയായിരുന്നില്ല. അവരെ അഡ്മിറ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് അനന്തനെ അവർ പ്രസവിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും മാസം തികഞ്ഞു നിന്ന ചന്ദ്രദാസ് തന്റെ ഭാര്യയെ ഡോക്ടർ പറഞ്ഞ ഡെലിവറി ഡേറ്റ് ആയതും നോർമൽ ഡെലിവറി സാധ്യമായിരുന്നിട്ട് കൂടി സിസേറിയൻ ചെയ്യാൻ വാശി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അനിയന്റെ ഭാര്യ പ്രസവിക്കുന്നതിന് മുൻപേ തന്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് എത്തണമെന്ന ഒറ്റ വാശിയുടെ പുറത്താണ് അയാൾ അങ്ങനെ ഒരു സാഹസം ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് രാജീവ് വർമ്മ ആ തറവാട്ടിലെ മൂത്ത ആൺ തരിയായത്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അനന്തനേക്കാളും 1-2 ദിവസത്തിനെങ്കിലും ഇളയതാകുമായിരുന്നു അവൻ. ആ സമയമൊക്കെ ആദിത്യവർമ്മ ഒത്തിരി പേടിച്ചിരുന്നു. ദിവസം തെറ്റിയുള്ള ജനനമായതിനാൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്ന്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജനിച്ച നാൾ മുതൽ ചില പ്രത്യേക ഔഷധങ്ങൾ കുഞ്ഞിന് കൊടുത്തിരുന്നു അയാൾ. അതുകൊണ്ടുകൂടിയാണ് സാധാരണയിലും നേരത്തെ തന്നെ കളരിപ്പയറ്റിലും മറ്റും കഴിവ് തെളിയിക്കാൻ അവന് കഴിഞ്ഞതും കുഞ്ഞിലെ തന്നെ ബുദ്ധി വളർച്ച കൂടി പഠനത്തിലൊക്കെ നല്ല കഴിവ് തെളിയിച്ചതും.